നമ്മൾ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു വികാരം കാണിച്ചെന്നേ ഉള്ളൂ, പ്രകടിപ്പിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറം വേറെ ഒന്നുമില്ല. ബാക്കിയെല്ലാം ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. അല്ല, ഇപ്പം അങ്ങനെ വരുമ്പം ഇപ്പം RC-ക്ക് വേണ്ടിയും ഒരു പക്ഷം നിൽക്കുന്നുണ്ട്, KC-ക്ക് വേണ്ടി നിങ്ങളുടെ ഒരു പക്ഷം വരുന്നു. നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത് MLA-മാരുടെ ഭൂരിപക്ഷം നോക്കിയിട്ട് മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്നാണ് നമ്മൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ നോക്കുന്നെങ്കിൽ MLA-മാരുടെ ഭൂരിപക്ഷം ശ്രീ KC വേണുഗോപാൽ MP-ക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിഭാഗം എന്ന് പറയുമ്പോൾ ആരൊക്കെയുണ്ട് ഈ പറയുന്നത്? DCC മെമ്പറാണ് താങ്കൾ. അപ്പോൾ ആ തീരുമാനം DCC-യുടെയൊക്കെ ഒരു കുറേ ആളുകളുണ്ടോ, ഈ പിന്തുണയുണ്ടോ? അതെ, ഇന്ത്യ മൊത്തത്തിൽ KC വേണുഗോപാലിലൂടെ ഒരുപാട് പേര് പിന്തുണയായിട്ടുണ്ടല്ലോ. കേരളത്തിൽ ഒരുപാട് പേര് KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നുണ്ട്. എനിക്കറിയാൻ കഴിഞ്ഞത് ഏകദേശം 50-ലധികം MLA-മാർ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. സോഷ്യൽ മീഡിയയിലൊക്കെ ഈ പൊതുജന വികാരം സതീഷിനൊപ്പമാണെന്ന് ആ വിഭാഗം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു PR വർക്കിന്റെ ഭാഗമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അത് ഒരു വർഷങ്ങളായി പ്രിപ്പയർ ചെയ്ത് വന്നൊരു സംഭവമാണ്. അനുകൂലമായിട്ടാണ് ഇപ്പോൾ നിലവിൽ കുറേയേറെ ആളുകൾ നിൽക്കുന്നത്. അല്ല, KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്ക് എല്ലാവർക്കും അനുകൂലിച്ച് സോഷ്യൽ മീഡിയയിൽ അവരവരുടെ ഇഷ്ടം ഇതാക്കാമല്ലോ. ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ്, ജനാധിപത്യ പാർട്ടിയാണല്ലോ. KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുക, രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുക, VD സതീശനെ പിന്തുണയ്ക്കുക. ഇത് ജനാധിപത്യ പാർട്ടിയാണ്. MP-മാർ മത്സരിക്കണം തീരുമാനിച്ചിട്ട് ആ തീരുമാനത്തിൽ നിന്ന് മാറുമ്പോൾ തിരിച്ചടിയാകുമെന്ന് തോന്നില്ലേ? അതെല്ലാം നമ്മൾ മുതിർന്ന നേതാക്കളാണ് തീരുമാനിക്കുന്നത്. നമ്മളെപ്പോലുള്ള നമ്മൾക്ക് അണികൾക്ക് ആവശ്യം പ്രവർത്തകരുടെ സംരക്ഷിക്കുന്ന ഒരു മുഖ്യമന്ത്രി വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അല്ലാതെ പിണറായി വിജയനെ പോലെ ധാർഷ്ട്രീയവും അഹങ്കാരിയുമായ ഒരു മുഖ്യമന്ത്രി വരണമെന്ന് നമുക്ക് ആഗ്രഹമില്ല.